ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വ്ളോഗിങ് ചെയ്യാന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഒരു 2016 ആയപ്പോൾ തുടങ്ങിയ ഒരു അക്കൗണ്ടാണിത്. അത് എന്താ പറയുക, ഒരേ സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഞാൻ ആ സമയത്ത് വ്ളോഗിങ് ചെയ്യാൻ ഞാൻ ആകെ ഒരു വീഡിയോ മാത്രമേ അതിൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് തുടർന്ന് അതിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. എൻ്റെ ഓരോ സാഹചര്യങ്ങളോട് ഞാനത് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിക്കണം ഇങ്ങനെ എന്താ പറയുക, ഒരു വീഡിയോ ഇട്ട് നോക്കാം, വ്ളോഗിങ് ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ഇരുന്ന് എപ്പോഴും ഇങ്ങനെ കാണാം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് എന്നിട്ട് അതിൽ ഇറങ്ങുന്നില്ല, കാര്യങ്ങളില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിനെ പറ്റിയൊരു സമയം തോന്നി. കാരണം എനിക്കിപ്പോൾ കുറച്ച് ഫ്രീ ടൈംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വർക്കിൻ്റെ ഇടയിൽ നിന്ന് ഫ്രീ ടൈംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പോൾ ആ ഫ്രീ ടൈം കിട്ടുമ്പോൾ മാക്സിമം ഒരു വ്ളോഗ് പോലെ ചെയ്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ വരാം, അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പം നല്ലൊരു ഞാനതിൽ ഷോർട്സുകൾ ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വ്യൂസ് വരുന്നുണ്ട്. എനിക്ക് ആകെ കൂടിയിട്ട് 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്നാൽ പോലും എനിക്ക് 1000-ന് മുകളിൽ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ്സ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ആണെങ്കിൽ എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വ്ളോഗ് ചെയ്യുക. പിന്നെ കുറച്ച് ട്രാവൽ ചെയ്യുക, അതിൻ്റെ വീഡിയോസ് എടുക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എപ്പോഴും നമ്മൾ ഫാമിലിയുടെ കൂടെ ഉണ്ടാവുക, അങ്ങനെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവുകയാണ് ഓരോ മൊമെൻറ്റ്സുകൾ ഷെയർ ചെയ്യാം. കാരണം എനിക്ക് ഓൾറെഡി ഇത് ഭയങ്കര ഇഷ്ടം, ഈ വ്ളോഗിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഈ വ്ളോഗിങ് ചെയ്യുമ്പോൾ കൂടുതൽ ഫാമിലീസിൻ്റെ കൂടെ ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ പ്രവാസിയാണ്. അപ്പോൾ അവരെ കൂടി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ ഹാപ്പിനെസ്സും ചെറിയ ചെറിയ മൂമെൻറ്റ്സും അതൊക്കെ ചെറുതായിട്ട് ഇപ്പം ഇങ്ങനെ ഇട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്നെ ഇത്ര നാൾ, അതായത് ഞാൻ 8 വർഷത്തോളമായി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം എനിക്കുണ്ടായിരുന്ന ഇതുപോലെ തന്നെ 100 സബ്സ്ക്രൈബേഴ്സാണ്. അവരിപ്പോഴും ഞാൻ ഇത്ര നാൾ വീഡിയോ ഇടാനിട്ട് പോലും ആരും പോവാതെ ഇത്ര നാൾ നിന്നതിന് വളരെ 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 എന്താ പറയുക, സന്തോഷം. ഞാൻ ഇങ്ങോട്ട് വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ഇടാൻ ശ്രമിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്നെ പറ്റാവുന്ന മാക്സിമം ഞാൻ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്യാം, അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ അതായത് ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യണതിൽ എന്തെങ്കിലും വല്ല പോരായ്മ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്കൊന്ന് എന്താ പറയുക, എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കി അതൊക്കെ തിരുത്തി ഞാൻ അതുപോലെ ക്ലിയർ ചെയ്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ്, എനിക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്താ പറയുക, മുന്നോട്ട് അതൊക്കെ തിരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ മുന്നോട്ട് വരണമായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു മെയ് 12. അപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ പാർട്ടി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഞാൻ പാർട്ടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, അതായത് എൻ്റെ ഒരു ചേട്ടൻ്റെ ഒക്കെ സ്ഥാനത്തുള്ള ഒരു ആളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇത്ര നാളായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇങ്ങനെ വ്ളോഗിങ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് പിന്നെ ശരി, ഈ ഒരു വീഡിയോ എടുക്കും, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്താ പറയുക, ഒരു തമാശയ്ക്കായിട്ട് ഇങ്ങനെ ചെയ്തൊരു കുറച്ച് 5 മിനിറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ എന്താ പറയുക അപ്ലോഡ് ഇടാം. അപ്പം നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്, പുതിയതായിട്ട് വന്ന് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക, പിന്നെ എന്താ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. നിങ്ങൾക്ക് എന്താണോ എന്നോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പോരായ്മ എന്താണെന്നൊക്കെ ഉണ്ടെങ്കിൽ
എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം തിരുത്തി എല്ലാം ഞാൻ ക്ലിയർ ആക്കി അടുത്ത വീഡിയോ, അതായത് ഓരോ വീഡിയോ ഇടും തോറും ഞാൻ ബെറ്ററാക്കി കൊണ്ടുവരാം. അപ്പം ഞാൻ അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എന്താ പറയുക കമൻസും ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണും എല്ലാം അടിക്കും, എല്ലാം ചെയ്യും. എന്നിട്ട് നമുക്ക് കാണാം, അടുത്ത വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള പോരായ്മന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ എന്താ പറയുക റെഡിയാക്കി അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അടുത്ത കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇടാം. എന്നാലും എനിക്ക് അടുത്ത വീഡിയോ എങ്ങനെയാണ് എന്താണ് കുറച്ചുകൂടി ബെറ്ററാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, എന്താ അഭിപ്രായം? കിരണിന്റെ കല്യാണം കഴിഞ്ഞ പാർട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? കള്ളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാദമാവില്ലേ? കള്ളിനെ പറ്റി പറയാൻ പാടില്ല. പാർട്ടി അതായത് നമ്മളിരുന്ന വൈബൊക്കെ പറയും. നമ്മൾ കള്ളു കുടിച്ചെന്ന് മാത്രം എന്തിനാ പറയുന്നത്? കള്ളില്ലാതെ എന്ത് പാർട്ടി? അങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ട്. എന്താ അതൊക്കെ ഉണ്ട് പാർട്ടി. അതിന്റെ തീം എന്താ? തീം ഇപ്പൊ നമ്മള് സംസാരിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞൂടെ? ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മളെ പ്രവാസികള് വെള്ളിയാഴ്ച ദിവസം വന്നിട്ട് എന്താ പറയാ കുറച്ച് സാധനമൊക്കെ അടിക്കണോണ്ട് എന്ത് കുഴപ്പം? സാധനം പറയാൻ പാടില്ല, കള്ളെന്ന് പറയാൻ പാടില്ല. അല്ല അതിനിപ്പോ എന്താ കുഴപ്പം? അതിന്റെ വഴിക്ക് വിടുക. നമ്മളെന്തിപ്പോ ചർച്ച വന്ന് ഇവന്റെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഇവൻ പാർട്ടി നടത്തി. അതില് നമുക്ക് ഉണ്ടായ കുറച്ച് സന്തോഷങ്ങൾ, കുറച്ച് എന്താ പറയാ നല്ല നല്ല മൂമെന്റുകളാണ് സംസാരിക്കാൻ പറഞ്ഞത്. അതില് ഗ്രീൻ പീസും മുട്ട അത് ഭയങ്കര നല്ലായിരുന്നു. പിന്നെ ആ കോമ്പിനേഷൻ കൊള്ളാം. അത് ശരി. അതിന് നമ്മുടെ നാട്ടിലെന്ത് പറയും? എന്താ പറയും? ഗ്രീൻ പീസും മുട്ട മിക്സ്. അതിനൊരു പേര് പറയും. അതിനെന്ത് പേര് പറയും? മറന്നുപോയാ? നമ്മുടെ നാട്ടിൽ എന്താ പറയാടാ ഗ്രീൻ പീസ് മുട്ടേന്? അതാണോ? എടാ വേറെ പേര് പറയും. എടാ കരിമ്പാറ പാണ്ടി പറഞ്ഞടാ, എന്താ പറയണ അവിടെ? ഗ്രീൻ പീസും മുട്ടയും കൂടിയിട്ട് കോമ്പിനേഷൻ ഒരു പേര് പറയും. അല്ലല്ല, അതിനെന്തോ പേരുണ്ട്. പൊന്നാനില് പ്രത്യേക ഒരു പേരുണ്ട്. പൊന്നാനില് അങ്ങനെ പേരാണ്. ഒന്ന് കമന്റ് ചെയ്യണം. കമന്റ് ബില്ലോ. ചിക്കിപ്പരുത്തിയാണോ ചിക്കിപ്പിക്കി അങ്ങനെ എന്ത് സംഭവം? അത് മുട്ട ചിക്കിയത്. മുട്ട ചിക്കിയത് അല്ലെങ്കിൽ ഗ്രീൻ ബീൻസും മുട്ട ചിക്കിയതായിരിക്കും. പേരുണ്ട് മാഷേ. എന്ത് പേര്? പൊന്നാനിൽ താരങ്ങ കാണുന്നുണ്ടെങ്കിൽ മുട്ടയും ഗ്രീൻ ബീൻസും മറ്റേ മിക്സ് ചെയ്തതിന് എന്താ പേര് പറയാന്നുള്ള, അവിടത്തെ എന്താ പേരെന്നുള്ള ഒന്ന് പറയണേ. ആള് പൊന്നാനിലുള്ള ആളാണ്. പൊന്നാനി എവിടെ നിങ്ങളുടെ വീട്? ചെമ്മരോട്ടം ജംഗ്ഷൻ. ചെമ്മരോട്ടം ജംഗ്ഷൻ. അവിടെ എന്താ പറയാന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ടോ. നന്നായിരുന്നു. പിന്നെ ചിക്കൻ പിന്നെ നമ്മൾ കഴിച്ച കൊക്കോള വന്ന നമ്മൾ പിടിച്ച കൊക്കോള നല്ലായിരുന്നു. ഇത്രയും വീര്യം പിടിച്ച കൊക്കോള വേറെ എവിടെയും കണ്ടിട്ടില്ല.